എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഉസോപ്പ് ആണെങ്കിൽ ആ ചുന്ദരി വില്ലത്തിയുടെ കള്ളത്തരം അത് മുഴുവൻ പൊളിച്ചിരിക്കുകയാണ്. അവളുടെ ഫിസിക്കൽ ബോഡി അതവൾ ഒളിപ്പിച്ചു വെച്ചാണ് ഇത്രയും നേരം അവളുടെ ഗോസ്റ്റ് പവർ ഉപയോഗിച്ച് ഉസോപ്പിനെ അറ്റാക്ക് ചെയ്തത്. സോ ഇപ്പൊ ഉസോപ്പ് അവളുടെ ഫിസിക്കൽ ബോഡി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ആ ഒരു ബോഡി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവളെ തകർക്കാൻ കഴിയും. ഇവിടെ വില്ലത്തിയാണെങ്കിൽ ഉസോപ്പിന്റെ രൂപവും പാവമൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഉസോപ്പ് ചോദിക്കും, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ട്രിക്ക്? നിനക്ക് എപ്പോ ഒക്കെ നിന്റെ പവർ ആവശ്യമുണ്ടോ അപ്പോ ഒക്കെ നീ ബോഡി വിട്ട് പുറത്തേക്ക് വന്ന് ഒരു ഗോസ്റ്റ് ആയിട്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുമല്ലേ? അതിനവള് പറയും, നീ കണ്ടുപിടിച്ചത് 70% ശരിയാണ്. പക്ഷേ നിനക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് എന്റെ ബോഡി അതിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോകാനും തിരികെ വരാനും സാധിക്കും. മാത്രമല്ല ആ ബോഡിയെ പോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൾ ഉസോപ്പിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ ബോഡിയെ നീ നശിപ്പിക്കരുത്. പക്ഷെ ഉസോപ്പ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ഡയൽ വലിച്ച് അവളുടെ ബോഡിയിലേക്ക് അടുപ്പിക്കും. പക്ഷേ ഡയലാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവളുടെ ബോഡിയുടെ മറ്റൊരു ഭാഗത്ത് പോയി പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ ആ വില്ലത്തി അവളിപ്പോ ഉസോപ്പിനെ നോക്കി കളിയാക്കും. എന്തു പറ്റി? നിന്റെ ഡയല് അത് നീ കറക്റ്റായിട്ട് എയിം വെച്ച സ്ഥലത്ത് കൊണ്ടില്ലേ? ആ വില്ലത്തി അവളിപ്പോ വലിയൊരു ഗോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് ഉസോപ്പിന് നേരെ അയക്കും. ഗോസ്റ്റ് അങ്ങനെ വന്ന് ഉസോപ്പിനെ കടിച്ചു പറിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. അവൻ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കാനായിട്ട് തുടങ്ങും. ഉസോപ്പിന് മനസ്സിലാവും ഇത്രയും വലിയൊരു ഗോസ്റ്റ് അത് പൊട്ടിത്തെറിച്ചായിട്ടും അവൻ 2 കഷ്ണമായി തീരും. അതിനാ വില്ലത്തി അവളാണെങ്കിൽ ഒരു ദാക്ഷിണ്യം പോലും കാണിക്കാതെ ഉസോപ്പിനോട് പറയും, നീ എന്റെ ഫിസിക്കൽ ബോഡി നശിപ്പിക്കാൻ ശ്രമിച്ചവനല്ലേ? നിന്റെ ഫിസിക്കൽ ബോഡി അത് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നശിപ്പിക്കും. ഇപ്പൊ നിന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത് അതൊരു ഗോസ്റ്റ് പവറാണ്. ടച്ച് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് കയറാൻ അങ്ങനെ പോവും. കട്ട് ചെയ്ത ഇവിടെ ലൂഫിക്കാണെങ്കിൽ ആ ഒരു ഗക്കോമുറിയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ലൂഫി ഫുൾ കലിപ്പില് ഇപ്പൊ ആ ഷാഡോയെ കടിച്ചു പറിച്ചെടുക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അവൻ കടിച്ചെടുത്ത ആ ഒരു ഭാഗം അത് ആ ഷാഡോയിൽ തന്നെ അങ്ങനെ ആഡ് ആവുകയാണ്. ഗക്കോമുറിയെ ചോദിക്കും, ഓ മൈ ഗോഡ് ലൂഫി, നിന്നെ കൊണ്ട് ഇതുവരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ? ഇനിയും നീ അറ്റാക്ക് ചെയ്യാൻ വൈകിയാൽ ഉറപ്പായിട്ടും അവൻ ഇവിടേക്ക് വരും. ഉടനെ ലൂഫി അവൻ വണ്ടടിച്ച് അതാരാണ് ചോദിക്കും. അതിന് ഗഗ്ഗോമുറിയെ പറയും, അത് മറ്റാരുമല്ല നിന്റെ ഷാഡോ കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ 900. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ 900 അതാണെങ്കിൽ ചുറ്റുമുള്ള സോംബീസിനെ എല്ലാം തന്നെ കറക്കി കറക്കി ദൂരേക്ക് എറിയും. അതിനുശേഷം എന്തോ കാര്യമായിട്ട് അന്വേഷിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അവൻ കുറച്ചു മുൻപ് വരെ അവന്റെ തലയിൽ ക്യാപ്പായിട്ട് വെച്ച ആ കല്ല് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവന് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വീണ്ടും ആള് തപ്പി കണ്ടുപിടിച്ചെടുത്ത് തലയിൽ വെക്കും. എന്നിട്ട് ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് എന്ന് അലറി പറയും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ റോബിൻ അവളുടെ ഒരുപാട് കൈകൾ ഉപയോഗിച്ച് ഡോറയുടെ ഷാഡോ ഉള്ള ആ ഒരു സോംബി ആയിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ സോംബി അത് റോബിന്റെ കൈകൾ മുഴുവനായിട്ടും അങ്ങനെ തകർത്തെറിയാണ്. ഇവിടെ ചോപ്പർ ആണെങ്കിൽ നാമെ ഓർത്ത് വിഷമിക്കും. അപ്പോഴേക്കും ടാഞ്ചിയുടെ ഷാഡോ ഉള്ള ആ ഒരു പെൻഗ്വിൻ അതിപ്പോ ചോപ്പറിന് നേരെ വരികയാണ്. ചോപ്പർ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ പെൻഗ്വിൻ അതിപ്പോ ചോപ്പറിനെ ചവിട്ടി തെറിപ്പിക്കും. ഇവിടെ സോറോയുടെ ഷാഡോ പവർ ഉള്ള ആ ഒരു സോംബി അതാണെങ്കിൽ റോബിനെ വെട്ടി എറിയാണ്. ഗ്യാപ്പിൽ ചോപ്പർ അവനങ്ങനെ ചാടി വന്ന് സോറയുടെ സോംബിയെ അങ്ങനെ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് റോബിനോട് പറയും, റോബിൻ എത്രയും പെട്ടെന്ന് കുറച്ച് ഉപ്പെടുത്ത് ഇവന്റെ വായിലേക്കിട്. ഉടനെ റോബിൻ അവളുടെ കൈ വെച്ച് ആ സോംബിയുടെ വാ അത് തുറന്നു പിടിക്കും. അതിനുശേഷം പതിയെ അതിലേക്ക് ഉപ്പിടാൻ പോകുമ്പോഴേക്കും ആ പെൻഗ്വിൻ സോംബി അതങ്ങനെ ചാടി വന്ന് റോബിനെ ഒരൊറ്റ അടി. ചോപ്പർ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഇത്രയും നേരവും പെൺകുട്ടികളെ ഉപദ്രവിക്കാതിരുന്ന ആ ഒരു സോംബി അതെങ്ങനെ ഇപ്പൊ റോബിനെ തല്ലി. അവനങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയം ഓരോ സോംബികളും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് കാട്ടില് സോംബീസ് എല്ലാം തന്നെ ഇപ്പൊ 900നെ കണ്ട് പേടിച്ചോടുകയാണ്. പക്ഷെ അല്പദൂരം മുൻപോട്ട് പോകുമ്പോ അതിന് പതിയെ പതിയെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറക്കാനായിട്ട് ആരംഭിക്കും. തലയിൽ കമഴ്ത്തിയ ആ ഒരു കല്ലെടുത്ത് വലിച്ചെറിയും. ഞാൻ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് അതങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ പതിയെ പതിയെ അവനിപ്പോ ഗക്കോമുറിയെ ഓർമ്മ വരാൻ തുടങ്ങും. ആക്ച്വലി ഒരാളുടെ ഷാഡോ അത് മറ്റൊരു സോംബിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പതിയെ പതിയെ അവരെല്ലാവരും സോംബിയുടെ അസിസ്റ്റൻസ് ആയിട്ട് മാറും. ഉടനെ 900 പറയും, എത്രയും പെട്ടെന്ന് എനിക്ക് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹത്തെ വേണം എനിക്ക് കിങ് ഓഫ് ദ പൈററ്റ് ആക്കി മാറ്റാൻ. കട്ട് ചെയ്ത ഇവിടെ ചുന്ദരി വില്ലത്തി അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ റിയൽ ബോഡിയിലേക്ക് വരും. അതിനുശേഷം ഉസോപ്പിനെ നോക്കി അവളങ്ങനെ സ്നാപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവള് സ്നാപ്പ് ചെയ്ത
അടുത്ത സെക്കൻഡ് ഉസോപ്പിന്റെ ബോഡി അത് രണ്ടായിട്ട് പൊട്ടിത്തെറിക്കും. അടുത്ത നിമിഷം അവള് സ്നാപ്പ് ചെയ്യും. പക്ഷെ അവള് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയ ഗോസ്റ്റ് അതിപ്പോ ചുരുങ്ങി ചെറുതായി പോവാണ്. ഉസോപ്പിനാണെങ്കിൽ ഒരു പോറല് പോലും പറ്റാതെ അവനിപ്പോ അവളെ നോക്കി കളിയാക്കി ചിരിക്കും. അവൾക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ, എന്താ ഉണ്ടായെന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കും. ഉടനെ ഉസോപ്പ് ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡയല് കാണിച്ചു കൊടുക്കും. അവള് ചെയ്ത ആ ഒരു അറ്റാക്ക് ഉസോപ്പ് ഈസി ആയിട്ട് ആ ഒരു ഡയല് വഴി അബ്സോർബ് ചെയ്തെടുത്തു. ഇത്രമല്ല, അവൻ മറ്റൊരു ഡയൽ ഉപയോഗിച്ച് ഇപ്പൊ അവളുടെ കൈ പോലും ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഉസോപ്പിന് അവളുടെ ഫിസിക്കൽ ബോഡി ആയിട്ടും അവളുടെ ഗോസ്റ്റുമായിട്ടും ഒരുപോലെ ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഉസോപ്പ് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാടി ചാടി നിൽക്കുമ്പോഴായിരിക്കും ഒരു കാണ്ടാമൃഗം സോംബി അവന്റെ തൊട്ട് പിന്നിൽ വരിക. അതിനെ കണ്ട് നമ്മുടെ ആളുടെ കാറ്റ് പോവും. ഉടനെ ആ സോംബി പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മാഡത്തെ നീ പിടിച്ചു വെക്കും, എന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അത് ഉസോപ്പിനെ അറിഞ്ഞ പുറഞ്ഞ് വെട്ടാൻ തുടങ്ങും. ഉസോപ്പ് ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവൻ അബ്സോർബ് ചെയ്തെടുത്ത ആ ഒരു പവർ അതാ സോംബിക്ക് നേരെ വെച്ചൊരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയില് ആ സ്ഥലം തന്നെ പൊട്ടിത്തെറിച്ച് സോംബി തെറിച്ചു പോവും. ചുന്ദരി വില്ലത്തേക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ഇത്രയും വലിയൊരു പവർ അതെങ്ങനെ ഇവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഉസോപ്പ് ആണെങ്കിൽ അങ്ങനെ സ്ലോ മോഷനിൽ ടേൺ ചെയ്ത് ആ വില്ലത്തിയെ നോക്കും. അതിനുശേഷം മറ്റൊരു വലിയ ഗോലി എടുത്ത് ഇപ്പൊ അവളെ എയിം ചെയ്ത് വലിച്ചടിക്കും. ഗോലി അങ്ങനെ വന്ന് അവളുടെ ദേഹത്ത് ആഞ്ഞടിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആ ഗോലി അങ്ങനെ പരന്നുപോയി രണ്ടായി മുറിഞ്ഞ് താഴേക്ക് വീഴാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ ബോളിന്റെ അകത്ത് നിന്ന് ഇപ്പൊ ഒരുപാട് കോക്രോച്ചസ് പുറത്തേക്ക് വരാണ്. അതെല്ലാം തന്നെ അവളുടെ ബോഡിയിലേക്ക് കയറാൻ തുടങ്ങി അവളെ കടിക്കാനായിട്ട് ആരംഭിക്കും. അവളാണെങ്കിൽ നോ എന്നലറി സോംബീസുകളെല്ലാം തന്നെ അവിടേക്ക് വിളിക്കാൻ തുടങ്ങും. ഉടനെ ഉസോപ്പ് അവൻ വലിയൊരു ഹാമർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. അത് കണ്ട് അവള് ഓ മൈ ഗോഡ്, ആ ഒരു ഹാമറിന് 10 ടൺ വെയിറ്റ് ഉണ്ട്, നീ അതുപയോഗിച്ച് എന്നെ അടിക്കാൻ പോവാണോ? പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, ഞാൻ നിന്റെ ഒരു സിസ്റ്ററിനെ പോലെ അല്ലേ, അത്രയും വലിയ ഹാമർ വെച്ച് എന്നെ അടിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ജീവൻ ഉണ്ടാവില്ല, സോ ദയവ് ചെയ്ത് നീ അങ്ങനെ ചെയ്യരുത്. ഉസോപ്പ് മുക്കിയും മൂളിയും ആ 10 ടൺ വെയിറ്റുള്ള ഹാമർ അതങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അവള് വാവിട്ട് നിലവിളിക്കും. പക്ഷെ ഉസോപ്പ് ആണെങ്കിൽ ആ ഹാമർ കറക്കി ഒരൊറ്റ അടി. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. ഇതൊരു ഹാമർ അല്ല, മറിച്ചൊരു ബലൂണാണ്. ഉസോപ്പിനെ അവന്റെ ഹാർട്ട് അത് ഞെക്കി പൊട്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് പേടിപ്പിച്ചു. അതേ പേടി അവൾക്കും ഉണ്ടാക്കിയെടുക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. വില്ലത്തിക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവൾ അങ്ങനെ പേടിച്ചു കാറി ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ വമ്പ സ്റ്റൈലില് ഇത്രയും നുണ പറയുന്ന നുണകളുടെ രാജാവായ എന്നെയാണോ നീ പറ്റിക്കാൻ നോക്കുന്നേ? ഈ കോക്രോച്ച് ആണെന്ന് കരുതി പേടിച്ചത് റിയൽ കോക്രോച്ച് അല്ല, അത് വെറും പോയി കോക്രോച്ച് മാത്രമാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഹാമറിന്റെ സ്റ്റിക്ക് ബലൂൺ അതിന്റെ കാറ്റഴിച്ചു വിടും. വില്ലത്തിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവളുടെ ഫ്യൂസ് പോയി അവൾ അങ്ങനെ താഴേക്ക് വീഴും. സോപ്പിനാണെങ്കിൽ അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവൻ തുള്ളിച്ചാടി അവിടുന്ന് സന്തോഷത്തോടു കൂടെ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ബിൽഡിങ്ങിന്റെ മുകളില് വലിയ രീതിയിൽ വാൾപ്പയറ്റിന്റെ ശബ്ദം കേൾക്കും. അല്പസമയം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗവും അതിനോടൊപ്പം നമ്മുടെ സോറയും അവർ രണ്ടുപേരും അങ്ങനെ തെറിച്ച് താഴെ വന്ന് വീഴും. സോറയ്ക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള അനക്കവും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.